ISC ചാർജ് വർദ്ധിക്കുന്നത് തൊഴിലുടമയ്ക്ക് എന്തായാലും ഒരു ബാധ്യത തന്നെയാണ്. അത് ബാധ്യതയാവുമ്പോൾ എങ്ങനെയാണ് തൊഴിൽ അന്വേഷിക്കുന്ന ആൾക്കാർക്കും നമ്മളെപ്പോലെയുള്ള ഇന്ത്യക്കാർക്കും പ്രവാസി സുഹൃത്തുക്കൾക്ക് ഇത് ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഒരു 3-4 പോയിന്റുകൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. ആദ്യം ഈ വർധനവ് 2 ഘട്ടമായിട്ടാണ് ഇവർ നടപ്പാക്കുന്നത്. അതായത് ലാർജ് സ്കെയിൽ കമ്പനികൾക്കും ചെറിയ കമ്പനികൾക്കും 2 രീതിയിലാണ് നടപ്പാക്കുന്നത്. 2 പേർക്ക് 32% വീതം വർധനവ് വരുത്തിയിട്ടുണ്ട്. ലാർജ് സ്പോൺസേഴ്സ് ഒക്കെ നിലവിൽ ഒരു തൊഴിലാളിക്ക് 1000 പൗണ്ട് അടയ്ക്കുന്ന, ഒരു വർഷത്തിൽ 1000 പൗണ്ട് അടയ്ക്കുന്ന സ്ഥാനത്ത് 1320 പൗണ്ട് അടയ്ക്കണം എന്നുള്ളതാണ് പുതിയ നിയമപ്രകാരം മാറ്റം വരുന്നത്. ചെറിയ കമ്പനികൾ, ചെറിയ സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ചാരിറ്റി വർക്കർ വിസയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതേപോലെ ചാരിറ്റി വിസ ഉള്ള ആൾക്കാർ, അങ്ങനെ കൊച്ചു സംരംഭകരൊക്കെ അവർക്കും 35% വർധന വന്നിരിക്കുന്നു. അവർ നിലവിൽ 364 പൗണ്ടിന് വരെ 484 പൗണ്ടാണ് അധികം നൽകേണ്ടത്. ഇതിപ്പോ ഒരു 3 വർഷത്തിനോ 5 വർഷത്തിനൊക്കെ വിസ ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ലാർജ് സ്പോൺസേഴ്സ് ഒക്കെ 5 വർഷത്തിനൊക്കെ ഏകദേശം 6600-7000 പൗണ്ട് ഈ പറഞ്ഞ ISC ചാർജ് ആയിട്ട് തന്നെ അടയ്ക്കേണ്ടി വരും.